ഹലോ ഗൈസ്, ഇവിടെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാണ് നിങ്ങളുടെ സോൾ, എന്താണ് നിങ്ങളുടെ സോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഇത് നിങ്ങളുടെ ഇന്നറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ ഔട്ടർ, നിങ്ങളുടെ ജീൻ, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം അതുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വളർന്ന സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നിങ്ങളുടെ സോളുമായിട്ട് ബന്ധപ്പെട്ട ഇന്നറിൽ നിങ്ങൾക്കുണ്ടാവുന്ന കഴിവുകളും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്ന പ്രത്യേകതകളും എല്ലാം ആയിരിക്കും. അതിനുവേണ്ടി ഞാനിവിടെ 2 പയൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പയൽ എന്ന് പറയുന്നത് നമ്പർ 1 തന്നെയാണ്. രണ്ടാമത്തെ പയൽ എന്ന് പറയുന്നത് നമ്പർ 3 ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം ഒരു മെഡിറ്റേഷൻ മോഡിലിടുന്നതിന് ശേഷം നിങ്ങളിത് മാക്സിമം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നണ ഒരു പയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് പയൽ നമ്പർ 1, ഫസ്റ്റ് പയൽ. ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമ്പർ 1, ഫസ്റ്റ്. ഓക്കെ, ഒന്നാമത്തെ പയൽ സെലക്ട് ചെയ്ത ആളുകളുടെ സോൾ എന്ന് പറയുന്നത് നിങ്ങളെ ടോട്ടലി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ ടോട്ടലി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സോൾ തന്നെയാണ്. ഇറ്റ്സ് എ ഏഞ്ചൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിവൈൻ. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് വ്യക്തമായി വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച ഒരു സോളാണ്. നിങ്ങൾക്ക് അതിനെ എഗെയിൻസ്റ്റ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പണി നിങ്ങൾ മേടിച്ച് കൂട്ടിയിരിക്കും. അത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങളെ എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ, നിങ്ങൾ എത്രത്തോളം ഭയങ്കരമായിട്ടും നിങ്ങളുടെ ഇന്നസെൻ്റാക്കി നിങ്ങളെ നിലനിർത്തി കളിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളെ പഠിപ്പിച്ച് ചെയ്തു തരും. നിങ്ങളെക്കാളും ഏജ് കൂടുതലായിട്ടുള്ള സോളാണ്, അതായത് നല്ല ഏജ് കൂടുതലാണ്. ഇപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഗേൾസിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മസ്കുലാർ ആണെന്നുണ്ടെങ്കിൽ മസ്കുലാറിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഫെമിനൈൻ എനർജിയാണ്. അതായത് ആണുങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ എനർജിയും പെണ്ണുങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആണുങ്ങളുടെ എനർജിയും ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ എനർജി ബേസ് വെച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ ആണുങ്ങളാണെങ്കിൽ നിങ്ങളുടെ അമ്മപരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻപരമായിട്ട് കിട്ടിയ എനർജി ആയിരിക്കും. ഇവിടെ കൂടുതൽ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സോളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ ഈ ഒരു സോളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ എന്നെ കണക്കാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ എൻ്റെ അതേ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണല്ലോ എൻ്റെ അടുത്തോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റെ അടുത്ത് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ചില ആൾക്കാർ ആയിരിക്കും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഈ വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ട് പോകും. അതായത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തികൾക്കെല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തികൾക്ക് റിവീൽ ചെയ്ത് കൊടുക്കും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് കൂടുതലും പെയിൻ തന്നായിരിക്കും ഈ വ്യക്തികൾ നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങളെ നല്ലവണ്ണം പഠിപ്പിക്കുന്നതിലും ഉപരി നിങ്ങളെ ഒരുപാട് പെയിൻ തന്ന് പഠിപ്പിച്ചിട്ട് പോകുന്ന സിറ്റുവേഷൻസും ആയിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പേടിക്കേണ്ട ആരെയാണെന്ന് ഈ സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ സോളിനെ തന്നെയാണ്. നിങ്ങൾ മനുഷ്യന്മാരെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ സോളിനെ തന്നെ പേടിച്ചാലും മതി. കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാക്ക് മാത്രമേ നിങ്ങളുടെ സോളിന് നിങ്ങൾക്ക് കൊടുക്കാവത്തുള്ളൂ. കാരണം നിങ്ങൾക്കിപ്പോൾ 50 വയസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന് 150 വർഷം, ഈ 300 വർഷത്തോളം
പഴക്കമുള്ള ഒരു സോളാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പം ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വേണം. അതായത് നിങ്ങളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാൻറ്റസി വേൾഡ് കണ്ട് വന്നിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും ഈ പറയുന്ന സോളിന് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ ജാട, നിങ്ങളെന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ച് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിധം തേർഡ് ഡയമെൻഷനും എല്ലാ ഡയമെൻഷനും കഴിഞ്ഞ് വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഏഞ്ചലാണ് നമ്മൾ ഉള്ളിൽ കിടക്കുന്ന, മാലാഖയാണ് നമ്മൾ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സോൾ എന്ന് പറയുന്നത്. നമ്മുടെ സോളിന് പറക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന്മാർക്ക് പറക്കാനുള്ള കഴിവില്ല, സോളിന് പറക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ എന്ത് തന്നെ ഈ വ്യക്തിയുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങളെ പീക്ക് ലെവലിൽ കൊണ്ടുപോയി നിർത്തി പണി പഠിപ്പിക്കാൻ അറിയാമെന്നുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന പണികൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പോവുള്ളൂ. അതായത് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിൽ പറയണം, ഇന്നത് ഞാനിനി ചെയ്യൂല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകരുത്. ആ വ്യക്തിക്ക് ഞാനിനി മെസ്സേജ് അയക്കില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും മെസ്സേജ് ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങൾ അവസാനം ഒരു പീക്ക് പോയിൻ്റ് കൊണ്ട് നിർത്തിയിട്ട് പണി പഠിപ്പിക്കാൻ കഴിവുള്ള എക്സാക്റ്റായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിത്തരാനുള്ള മാനിഫെസ്റ്റേഷൻ സ്കില്ല്, നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടത്തിത്തരാനുള്ള സൈക്കിക് എബിലിറ്റി എല്ലാമുണ്ട്. നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളൊരു കാർമിക്കായിട്ട് മാറുക എന്ന് പറയുന്ന ആലോചിച്ച് നോക്കിയാണ്. നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ മൂലം, നിങ്ങൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് മൂലം നിങ്ങളുടെ സോൾ നിങ്ങൾക്കൊരു കർമ്മയായിട്ട് മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങൾക്കൊരു കാർമിക്കായിട്ട് മാറണം. ഒരു ടൈമിൽ നിങ്ങൾ കൊടുത്ത പെയിൻ, അതായത് നിങ്ങൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരാൾ ആഗ്രഹിക്കാത്ത സാധനങ്ങൾ ആ വ്യക്തിയുടെ മേലിൽ കൊടുത്തതിൻ്റെ പേരിൽ ആ സോൾ നിങ്ങൾക്ക് തരുന്ന ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവർ ചെയ്തിരുന്ന കർമ്മകൾ നിങ്ങൾ ഏറ്റുവയ്ക്കുന്ന അത് അല്ല, നിങ്ങൾ ചെയ്ത നിങ്ങളടുത്ത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില കർമ്മകളായിട്ട് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ എങ്ങനെയാണ് ഈ സോള് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹിച്ച് നിന്ന് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം ആശ്വസിപ്പിക്കാൻ പറ്റും, ഇതെല്ലാം ചെയ്ത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ സോളിന് നിങ്ങളടുത്ത് വല്ല മനുഷ്യത്വ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ഈ സോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതായത് സോൾ ഫാൻറ്റസി, സോൾ ഹാപ്പിനെസ് എന്ന് പറയും, സോൾ സാറ്റിസ്ഫാക്ഷൻ, അതായത് നിങ്ങളുടെ സോളിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച്, ഇവൻ അത് എന്തുമായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിരിക്കാം, പക്ഷേ സോളിന് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കാം. നിങ്ങൾക്ക് നെഗറ്റീവ് ആവുന്ന പല കാര്യങ്ങളും സോളിന് ഹാപ്പിനെസ് ആയിരിക്കും. സോളിന് ഹാപ്പിനെസ് ആവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും നെഗറ്റീവായിരിക്കും. അപ്പം സോളിന് ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എന്താ പറയുക, നിങ്ങളെ ഈ ലൂപ്പിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിലോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ സോൾ ഒരു മടിയും കൂടാതെ വരും എന്നുള്ളതാണ്. നിങ്ങളുടെ സോളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏത് ചലഞ്ചസും ഫേസ് ചെയ്ത് അത് നേരിട്ട് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സോള് ഇനി ഏതെന്നല്ല എത്ര വലിയ സിറ്റുവേഷൻസ് ആയാലും എത്ര വലിയ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അവിടെ നിന്ന് ഇറങ്ങി പോകാനും അതുപോലത്തെ ഉള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ ചെയ്ത് തരും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ ഞാൻ പറയുന്നത് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ സോളിനെ വെറുക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ നിങ്ങളെ മന്ദബുദ്ധി ആക്കിക്കൊണ്ട് നിങ്ങളുടെ സോളിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളുടെ സോളിൻ്റെ പവർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ സൈക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ രാജാവായി നിന്നുകൊണ്ട് നിങ്ങളുടെ സോളിന് കളിക്കാൻ പറ്റുന്ന, ഇത് പലപ്പോഴും പല ആൾക്കാരും വിചാരിക്കും ഇത് ബ്ലാക്ക് മാജിക് ആണോ അല്ലെങ്കിൽ ഇത് നെഗറ്റീവാണോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും ഒരു ബ്ലാക്ക് മാജിക്കോ സംഭവം, ഇത് നിങ്ങളുടെ സോളിൻ്റെ പവർ എന്ന് നമ്മൾ പറയും. സോൾ ഫാൻറ്റസി എന്ന് പറയും. അതായത് ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു കൂട്ടം സോളുകൾ, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു സോൾ ഫാൻറ്റസി വേൾഡ് ഉണ്ട്. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കേരളത്തിലുള്ള എല്ലാവരും ഒരു മണിയാകുമ്പം ഉറങ്ങും എന്ന് നിങ്ങൾ വിചാരിച്ചോ? ആ സമയത്ത് ഈ ആത്മാക്കൾ, ഈ സോളെല്ലാം കൂടി ഇറങ്ങിയിട്ട് അവരുടെ ഒരു ഫാൻറ്റസി ഉണ്ട്. അതാണ് ഇന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടല്ലോടാന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ്. അപ്പം അവർക്ക് പറക്കാനുള്ള കഴിവാണുള്ളത്. ചില ആൾക്കാർ കാണാം ഇങ്ങനെ വീഴുന്നതും പറക്കുന്നതും, പക്ഷേ നമ്മുടെ സോളിന് എന്തെങ്കിലും പറ്റും. നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മളൊരു 100 അടി മണ്ടേന്ന് ചാടുന്നു, പക്ഷേ നമ്മുടെ സോളിനൊന്നും പറ്റുന്നില്ല. കാരണം എന്താണ്? അതിന് പറക്കാനുള്ള കഴിവുണ്ട്. അതൊരു എനർജിക്കും അപ്പുറം ഒരു ഏഞ്ചലാണ്, മാലാഖയാണ്. പല ഫാൻറ്റസി വേൾഡിലും പല സ്ഥലത്തോട്ടും പല സിറ്റുവേഷൻ
സിറ്റുവേഷനും പല രാജ്യങ്ങളിലോട്ടും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി കടമെടുത്ത ഒരു സോളാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. ആ സോളിന് വേണ്ടി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എക്സ്ട്രാ ആക്റ്റീവായിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിന് നമ്മുടെ അടുത്ത് ഒരു മനുഷ്യത്വ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഈ സോൾ എന്ന് പറയുന്നതിന് നമ്മുടെ അടുത്ത് ഒരു മനുഷ്യത്വ കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ പഞ്ചഭൂതങ്ങളെ കണക്കാണ്. അതായത് കാർമിക്കിനനുസരിച്ച് പോവും. പഞ്ചഭൂതങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടാകും ഇല്ല. പക്ഷേ നമ്മൾ എന്താണോ ഈ നമ്മുടെ സോളിന് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടും. കാരണം ഈ സോൾ നമ്മളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ സോളിന് എന്താണോ വേണ്ടത് അത് അവർ പിടിച്ചു വാങ്ങും. കാരണം അവർക്ക് ആഗ്രഹം ഉള്ളതിനാണ് അവർ ഈ ഭൂമിയിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം അവർക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ സോൾ നിങ്ങൾക്ക് എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, വരുന്ന ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. നിങ്ങൾക്ക് തരുന്ന ഓരോ നെഗറ്റീവും, നിങ്ങൾക്ക് തരുന്ന ഓരോ പാഠങ്ങളും, നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഓരോ വ്യക്തികളും എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റാണ്. അതായത് ഈ വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സോൾ ഇറങ്ങിപ്പോയിട്ട് പറയണം ഇന്ന സോളിൻ്റെ അടുത്ത് എടാ, അല്ലെങ്കിൽ അത് പെണ്ണായിരിക്കും. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ മറ്റേത് ആണായിരിക്കാം. അപ്പോൾ ചെന്ന് പറയും എടാ ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞു കേട്ടില്ല, നീ ഒന്ന് വരണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നീ ആ ബോഡി എടുത്ത് അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ സെറ്റപ്പ് കൊണ്ട് നീ ഒന്ന് വരണം, അല്ലെങ്കിൽ നീ ആണിൻ്റെ സെറ്റപ്പും കൊണ്ട് നീ ഒന്ന് വരണം, നമുക്കൊന്ന് നൈസായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്ത് നമുക്ക് റെഡിയാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ റെഡിയാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള മാധ്യമങ്ങൾ സ്വീകരിക്കും. അതിനുപരി ഇത് സോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ടേക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇവൻ നിങ്ങളെ കയ്യിൽ നിന്നും പോയ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും പിരിഞ്ഞു പോയ ആൾക്കാരുൾപ്പെടെ ഈ സോൾ കോൺട്രാക്റ്റിലുണ്ട്. അതായത് നിങ്ങളുടെ ജന്മാന്തരം നിങ്ങളുടെ ഗുരുക്കന്മാരും നിങ്ങളുടെ എന്താ പറയുക അച്ഛൻ അമ്മ അതിലും താഴെയുള്ള ആൾക്കാർ വരെ ഈ സോൾ കോൺട്രാക്റ്റിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പം നിങ്ങളെക്കാളും നിങ്ങളുടെ അച്ഛൻ അമ്മയേക്കാളും ഏജുള്ള സോളായിരിക്കും നിങ്ങളുടെ ഇതിൽ കിടക്കുന്നത്. അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ അഡ്മയർ ആവും. അതായത് ഒരു ടൈം ആവുന്ന സമയത്ത് എൻ്റെ മോൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ മോൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ അവർക്ക് അഡ്മയർ ആവുന്ന രീതിയിൽ നിങ്ങൾ വളരും എന്നുള്ളതായിട്ടാണ് കാണാൻ വരുന്നത്. ഇനി നിങ്ങളുടെ സോളിൻ്റെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സോളിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഹീല് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ടോട്ടലി എല്ലാവർക്കും ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ച് ഏറ്റവും എല്ലാവർക്കും ഹീലിംഗ് പവർ എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഉറക്കം തന്നെയാണ്. അതായത് ഇപ്പം ഇന്ന് ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പ്രശ്നങ്ങൾ സിറ്റുവേഷൻ, എനിക്ക് ആരുടെ അടുത്ത് വിദ്വേഷം ഉണ്ടെങ്കിലോ കർമ്മം ഉണ്ടെങ്കിലോ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലോ കർമ്മം ഉണ്ട് എല്ലാം, അതായത് സൈക്കിക് അറ്റാക്ക് എന്തെങ്കിലും ഉണ്ട് അതെല്ലാം മാറി കിട്ടുന്ന നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് മോർണിംഗ്, അതങ്ങനെയാണ് ഭൂമി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു ഇതിലുപരി നിങ്ങൾക്ക് ഹീല് ചെയ്ത് കളയാൻ പറ്റും. നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രോബ്ലംസും എല്ലാം നിങ്ങൾക്ക് ഹീല് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്, നിങ്ങളൊരിക്കലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നിൽക്കരുത്, നിങ്ങളൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ ഡൗൺ ആവാൻ വേണ്ടി നിൽക്കരുത്. കാരണം അതൊരിക്കലും നിങ്ങൾക്ക് നല്ലതിനല്ല. നിങ്ങളുടെ സോൾ അത്രയും ഡീപ്പാണ്. നിങ്ങളെ എത്രത്തോളം നിങ്ങൾ ഉപദ്രവിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്യും. നിങ്ങളുടെ സോൾ നിങ്ങളാകെ ഈ സോള് നിങ്ങളുടെ മുന്നിൽ മാത്രമേ തല കുനിച്ച് തരുള്ളൂ എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പവർ അൾട്ടിമേറ്റ് പവറാണ്. അതായത് ഈ സോൾ നിങ്ങളുടെ മുന്നിൽ മാത്രമേ തല കുനിച്ച് തരത്തുള്ളൂ. പക്ഷേ നിങ്ങളെ എന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്കറിയാം. ഒരുപാട് കളി പഠിച്ച സോളാണ്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് കൺഫ്യൂഷൻ സ്റ്റേജിൽ കൊണ്ട് നിർത്തും, നിങ്ങളെ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തും. ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് തരണം ചെയ്ത് കയറാൻ വേണ്ടി നിർത്തും. പക്ഷേ നിങ്ങളെ കൊണ്ട് അതോട് അവിടെ പറ്റിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സോൾ തന്നെ നിങ്ങൾക്കത് ചെയ്തു തരും. ടൈമിനനുസരിച്ച് യൂണിവേഴ്സിനനുസരിച്ച് മാറുന്ന ഒരു സോളാണ്. അതായത് എനർജി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എനർജി അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നൊരാളെ ക്യാരക്ടർ നിങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും, ഇന്നൊരാളുടെ എനർജി നിങ്ങൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, ഇനി ഏത് ഗണത്തിലുള്ള ആൾക്കാരായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ക്യാരക്ടർ, അവരുടെ സിറ്റുവേഷൻ, അവർക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത്
ഒരു വെള്ളമാണ് നിങ്ങളുടെ സോൾ എന്ന് പറഞ്ഞത് വെള്ളമാണ്. അതായത് ഏത് പാത്രത്തിൽ എവിടെ ഒഴിച്ചു കഴിഞ്ഞാലും അത് അതേ കണക്ക് രൂപം മാറാൻ വേണ്ടി പറ്റുന്ന ഒരു തരം സോളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പല സോൾ ഫാമിലിയിലുള്ള ആൾക്കാരുമായിട്ടും നിങ്ങളുടെ സോളിന് കൂടുതൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ ഗണത്തിൽപ്പെട്ട ആൾ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുക, ടോപ്പ് ലെവലിൽ നിൽക്കുന്നതായിരിക്കാം, ലോ ലെവലിൽ നിൽക്കുന്നതായിരിക്കാം. എല്ലാ രീതിയിലുള്ള ആൾക്കാരും എല്ലാ ക്യാരക്ടറിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്ന സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോൾ ഭയങ്കര മനുഷ്യത്വമുള്ള ആളാണ്. ആര് എങ്ങനെ എവിടെ ഹെൽപ്പിന് വന്നു കഴിഞ്ഞാലും കണ്ണും പൂട്ടി ചെയ്തു കൊടുക്കും നിങ്ങളുടെ സോള്. അതിന് ഒരു മനുഷ്യത്വമില്ല. നിങ്ങൾക്കത് നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് ചെയ്ത് തരും. ഇവിടെ മേജർലി വരുന്ന ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് സാധനങ്ങൾ നിങ്ങൾക്ക് ടൈം ആകുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. ടൈം പീരീഡ് ഉണ്ട്. നിങ്ങളിനി എത്ര കടന്ന് ചാടി എന്ന് പറഞ്ഞാലും, നിങ്ങളിനി എത്ര കടന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ആ വ്യക്തി വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാവണം എന്നുണ്ട് ആ ടൈമിൽ അതെല്ലാവർക്കും നടക്കുന്നതാണെങ്കിൽ പോലും ചിലർക്ക് പെട്ടെന്ന് നടക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അത് വ്യക്തമായിട്ട് ടൈം മാത്രമേ നടക്കത്തുള്ളൂ. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാതയ്ക്കനുസരിച്ച് നിങ്ങളുടെ സോള് വരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളിപ്പം ഒരു ജോലിക്ക് പോകുന്നു എങ്കിൽ ആ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ സോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ പാട്ട് പാടുന്നു എങ്കിൽ പാട്ട് പാടാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരും. നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയത്തില്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരും. അതായത് എന്താ പറയുക, ഇപ്പം ഇരുട്ടിൽ മാത്രമേ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. വെളിച്ചത്തിൽ നമുക്ക് ഒരിക്കലും ലൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം വെളിച്ചത്ത് നമ്മൾ വെട്ടടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഇല്ല. അപ്പം അതേ കണക്കാണ് നിങ്ങളുടെ സോളിന് എല്ലാം വ്യക്തമായിട്ട് അറിയാം. എന്ത് വേണം, ഏത് വേണം, എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതായിട്ടാണ് നിങ്ങളുടെ സോൾ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സോളിന് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് അഡിക്ഷനും ഒരുപാട് ക്ലാരിറ്റിയും ഒരുപാട് ഡിസയറും ഉണ്ടാവും എന്നുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ടൈമിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് എല്ലാം തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സോളിന് പറ്റും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പല അഡിക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ അഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഡ്രഗ് ആയിരിക്കണം, ചില ആൾക്കാരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ആയിരിക്കണം, ചില ആൾക്കാരെ സംബന്ധിച്ച് ഡിപ്പെൻഡൻസി ആയിരിക്കണം, ചില ആൾക്കാരെ സംബന്ധിച്ച് ജോലി ആയിരിക്കണം, കരിയർ ആയിരിക്കണം, പാഷൻ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് അഡിക്ഷൻസ് നിങ്ങളിലോട്ട് തരാൻ വേണ്ടിയിട്ട് ഈ സോൾ നോക്കും. ഒരുപാട് അഡിക്ഷൻസ് നിങ്ങളിലോട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവർ ആ ഹെൽപ്പ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ സോളിനെ ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് ഈ പറഞ്ഞ മതമോ കാര്യങ്ങളോ ദൈവവിശ്വാസമോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളോ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. സോളിന് അങ്ങനത്തെ അതിലേക്ക് എതിർക്കുന്ന ഒരു സോളായിട്ടാണ് കാണുക. എതിർക്കുന്നതല്ല, ഉണ്ട് മതപരമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എങ്കിൽ പോലും എല്ലാ മതത്തിനെയും ഒരേ കണക്ക് കാണുന്നുണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റി എന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ സോൾ എല്ലാത്തിനും എന്താ പറയുക, ഇപ്പം ഒരു നിങ്ങളൊരു അന്യമതസ്ഥന് ഫുഡ് മേടിച്ച് വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ മതമോ കാര്യങ്ങളോ ഒന്നും നോക്കത്തില്ല. നിങ്ങളുടെ മതം നിങ്ങൾ അങ്ങനെ മതം പറയുന്ന ഒരാളോ അല്ലെ അങ്ങനെ എന്താ പറയുക ഒരു സാഡിസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാസ്റ്റ് പരമായിട്ട് സംസാരിക്കുന്ന ഒരു സോളായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റിയുള്ള ആൾക്ക് മാത്രമേ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ, ഇന്ന കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു ആളല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സോളിനെ സംബന്ധിച്ച് എന്താണ്, വ്യക്തമായിട്ടുള്ള ആ പ്ലാനുണ്ട്, വ്യക്തമായിട്ടുള്ള ഡിസിഷനുണ്ട്, വ്യക്തമായിട്ടുള്ള അറിവുണ്ട്, വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. ആർക്ക് എന്ത് എങ്ങനെ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ സോളിന് അറിയാം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ ഡിവൈൻ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിനെ സംബന്ധിച്ച് കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും ആൾക്കാരുമായിട്ട്. ഇന്ന ആളിന് ഇത്രത്തോളം കഴിവുണ്ട്, അത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. അതായത് നിങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സോൾ കാണിച്ചു തരുന്ന ഡിസിഷൻ. പക്ഷേ നിങ്ങളുടെ സോളിൻ്റെ തന്നെ ചാവിയുണ്ട്. നിങ്ങളുടെ സോളിൻ്റെ ചാവി നിങ്ങളെ കയ്യിൽ തരണം എന്നുണ്ടെങ്കിൽ
നിങ്ങളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് നിങ്ങളെ കൊണ്ട് നേടിയെടുക്കണം, നിങ്ങൾക്കും ആ ഒരു സാധനം വേണം എന്നുള്ളതായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ആ എനർജി എല്ലാം അബ്സോർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ വേണം എന്ന് വിചാരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള മെത്തേഡ്സും എല്ലാ രീതിയിലുള്ള ഐഡിയാസും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കെൽപ്പ് നിങ്ങളുടെ സോളിനുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഡൗൺ ആയി കഴിഞ്ഞാലും, ചില സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ടും പെയിൻഫുൾ ആയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു പീക്ക് ലെവലുണ്ട്, ഒരു ബെസ്റ്റ് എന്താ പറയുക, അതിൻ്റെ ഒരു ബെസ്റ്റ് ട്രഡീഷണലായിട്ടുള്ളൊരു മെത്തേഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് അത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് ബെസ്റ്റ് ഫോർ യു അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സോള് കൂടുതലും തയ്യാറെടുക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോൾ അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് വെരി അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പാഷനേറ്റായിട്ട് ലൈഫിനെ നല്ല രീതിക്ക് ജെന്യൂനായിട്ട് മുന്നോട്ട് കണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങളുടെ സോൾ നിങ്ങളുടെ ലൈഫിലോട്ട് അടുപ്പിക്കത്തുള്ളൂ. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അടുപ്പിക്കും എന്നുണ്ടെങ്കിൽ പോലും ആ നെഗറ്റീവ് ഉള്ള ആൾക്കാരിൽ ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് തോന്നിപ്പിക്കും, അവരിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കും നിങ്ങളുടെ കയ്യിൽ. അല്ല നിങ്ങൾ ടോട്ടലി ഒരു കള്ളൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ടോട്ടലി ഒരു നെഗറ്റീവിൻ്റെ കയ്യിലൊന്നും കൊണ്ടിടത്തൊന്നുമില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ എടുത്തോട്ട് നിങ്ങളെ സോൾ കൊണ്ടെടുത്തില്ല. ഇപ്പോൾ ഒരു ട്രെയിനിൽ പോകുന്ന സമയത്തായാലും, ഒരു സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്തായാലും, ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങൾക്ക് കണക്ഷൻ തോന്നുന്ന ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് അടുപ്പിക്കത്തുള്ളൂ. അല്ലാത്ത ഒരാളെ നിങ്ങളുമായിട്ട് കണക്ട്, അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും, അവരവർക്ക് വേണ്ട സോൾ കണക്ഷനുള്ള ആൾക്കാരെ മാത്രമേ ബെസ്റ്റായിട്ട് തിരഞ്ഞെടുക്കത്തുള്ളൂ. കാരണം അവരുടെ സോളിന് അറിയാം ഇതെന്നെ സോൾ കണക്ഷനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് അറിയാൻ പറ്റും ഇതെൻ്റെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ആളാണ്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കാം, ഇപ്പം നിങ്ങൾക്കൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, 1, 2, 3 ബെസ്റ്റ് ഫ്രണ്ട്, ചങ്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പം ഇവരൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടാകും. കാരണം എന്താണ്, ചിലപ്പോൾ നല്ല ഗ്ലാമറുള്ള ഒരുത്തൻ്റെ കൂടെ അടങ്ങുന്ന, അല്ലെങ്കിൽ നല്ല ഗ്ലാമറുള്ള ഒരുത്തിയുടെ കൂടെ അടക്കുന്ന കറുകറായിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു വേർതിരിവില്ല. കാരണം സോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഏഞ്ചൽ. കറുപ്പും വെളുപ്പും എല്ലാം സോളിനെ സംബന്ധിച്ച് ബെസ്റ്റാണ്. സോളിനെ സംബന്ധിച്ച് വെളിച്ചം കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്, അതായത് മനസ്സ് കാണിച്ചു തരാൻ പറ്റും. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നിൻ്റെ അടുത്ത് ജെന്യുവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫേസോ, അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ കർമ്മമോ അവൻ്റെ ഭാഷയോ ഒന്നും നോക്കാണ്ട് അവൻ്റെ ഉള്ളിലെ വെളിച്ചം അറിയാൻ പറ്റുന്ന ഒരേ ഒരു സോൾ ഫസ്റ്റ് പേയിൽ സെലക്ട് ചെയ്ത ആൾക്കാരാണ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു വ്യക്തിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഈ വ്യക്തിയുടെ കയ്യിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി എനിക്ക് വേണ്ടി വന്ന ആളാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്, ഞാൻ ആ വ്യക്തി തമ്മിലൊരു കണക്ഷനുണ്ട്. ആ വെളിച്ചം, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണിച്ച് തരാൻ പറ്റും നിങ്ങളുടെ സോളിന്. അതിന് അവിടെ എന്ത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ആ വ്യക്തിനെ എടുത്തറിയിക്കും, ഒരു കണക്ഷൻ കിട്ടും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മെൻറ്റാലിറ്റി, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. ഉയർന്ന എനർജിയാണ്, ഉയർന്ന സോളാണ്, ഉയർന്ന എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളും എന്താ പറയുക, നിങ്ങളുടെ വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കൊണ്ട്, നിങ്ങളുടെ ഉള്ളിലെ സക്സസ് കൊണ്ട്, നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു ഓറ കൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എല്ലാവരെയൊന്നും അല്ല, പക്ഷേ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 1, 2 പേര് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് കൊണ്ടിട്ട് തരും സോള്. അത് ചൂസ് ചെയ്യണോ, ഇത് ചൂസ് ചെയ്യണോ, അത് നല്ലതാണോ, ഇത് നല്ലതാണോ, അത് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവോ, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആവും എന്നൊക്കെ കുറിച്ചുള്ള ഒരുപാട് ചിന്തകളും കാര്യങ്ങളും മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ അത് നിങ്ങളെ നല്ല വഴിയിൽ കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഡ്രാമാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഡ്രാമപരമായിട്ട് നാടകീയപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻസിഡൻറ്റ് വഴി നടന്നാണ്, അത് നിങ്ങളുടെ സോൾ കണക്ഷനാണ്. അതിനുശേഷം നിങ്ങൾ ആ ട്രോമ ഉണ്ടായിട്ട് വേറെ ചില കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യും.
ആ ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കുമോ? ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അടിച്ചതായിരിക്കും. ചില ട്രോമാസ് ഉണ്ടായിരിക്കുമല്ലോ കൊച്ചിലെ നടന്നത്. അപ്പോൾ അതൊക്കെ ഡ്രാമാപരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്ന കുറേയധികം ഇഷ്യൂസ് ഉണ്ട്. അത് തന്നെ റീക്രിയേറ്റഡ് ആവുന്ന ചില ഇഷ്യൂസും ഉണ്ട്. അത് നിങ്ങളെ സോൾ റിട്ടേൺ നിങ്ങൾക്ക് തരുന്ന ട്രോമ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ പോകാണ്ടിരുന്നാൽ മാത്രം മതി. അങ്ങനത്തുള്ള കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അതിലോട്ട് പോകരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നൊരു മേജർ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര അംബീഷ്യസ് ആണ്. മറ്റ് പീപ്പിൾസുമായിട്ടൊക്കെ ഉള്ള കണക്ഷൻ, അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുമായിട്ടൊക്കെ ഉള്ള കണക്ഷനിൽ ഭയങ്കരമായിട്ടും സോളിൻ്റെ വാല്യൂ, ആ ഡെപ്ത്ത് എടുത്ത് കാണിക്കാൻ പറ്റും. നിങ്ങളുടെ ക്യാരക്ടർ അത് നിങ്ങൾ കാണിക്കാൻ പറ്റും. അതായത് ഇപ്പം ഒരാടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാരക്ടർ ആയാലും നിങ്ങളുടെ ചിരി ആയാലും എല്ലാം എക്സ്പോസ് ചെയ്യണം. അതാണ് നിങ്ങളുടെ സോളിന് ഇഷ്ടം. അതായത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ സോൾ നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത് അത് ഫുള്ള് നിങ്ങൾ ആ വ്യക്തിയിൽ കാണിക്കണം എന്നുള്ളത്. അത് കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും ഹാപ്പിനെസ്സും, അതായത് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം, നിങ്ങളുടെ ഉള്ളിലെ കഴിവ്, നിങ്ങളുടെ സോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ചിരി പോലും മറ്റുള്ളവർ കണ്ട് സന്തോഷിക്കുന്നത് നിങ്ങളുടെ സോളിന് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുത്ത് ജസ്റ്റ് ഒരു ചിരി ചിരിക്കണം, കണ്ണി നോക്കിയിട്ട് ചിരി ചിരിക്കണം. അത് നിങ്ങളുടെ സോളിന് ഭയങ്കര ഇഷ്ടപ്പെടും, നിങ്ങളെ സാറ്റിസ്ഫാക്ഷൻ ആക്കും, നിങ്ങളുടെ മനസ്സ് പീക്കി കൊണ്ട് നിർത്തും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കർമ്മയായിട്ട് കിട്ടും. അത് നിങ്ങളുടെ സോൾ മേടിച്ച് നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾക്ക് വയ്ക്കും. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. വെർത്തിലിയുള്ള ടൈം, വെർത്തിലി റിയാലിറ്റി എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാനും സൈക്കിക് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാനും വ്യക്തമായിട്ടുള്ള സൈക്കിക് എബിലിറ്റി ഉള്ള സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് റിയാലിറ്റി എന്താണ്, മാന്ത്രികമായിട്ടുള്ള സംഭവങ്ങൾ എന്താണ്, മാജിക്കൽ സംഭവങ്ങൾ എന്താണ്, ട്രൂത്ത് എന്താണ് എന്നൊക്കെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഴിവ്. അതായത് രഹസ്യങ്ങൾ പരസ്യമാക്കുക, അതുപോലെ തന്നെ നിങ്ങളുള്ളിലെ കഴിവുകൾ ഇപ്പം പുറത്ത് കാണിക്കുക. ഈ സോളിന് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നോളജ് എന്ന് പറഞ്ഞ അറിവ്. ഈ വ്യക്തിക്ക് ഈ പറഞ്ഞ സോളിന് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. അറിവ് നേടണം, ഇഷ്ടംപോലെ അറിവ് നേടണം, പുതിയ കാര്യങ്ങളിലോട്ട് പോവുക, ഒരുപാട് ട്രാവൽ ചെയ്യുക, വെളിച്ചം സ്പ്രെഡ് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള സംഭവം ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡായിട്ട് നിന്ന് സംസാരിക്കാൻ കെൽപ്പുള്ള സോളാണെങ്കിൽ പോലും നിങ്ങളത് താഴ്ത്തി കിട്ടുന്നു. ഞാൻ പറഞ്ഞു ക്യാരക്ടറാണ് എല്ലാത്തിനും. കാരണം സോളിന് ഇത്രയും കഴിവുണ്ട്, ഉണ്ടായിട്ട് കാര്യമില്ല. യെസ്, ഇത് തന്നെയാണ്. ഒറ്റ വാക്കിൽ പറയാൻ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ രാജാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സോള് തന്നെയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കടിച്ച് തിന്നാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വളർത്തും കണക്കിരിക്കും. അതായത് ഇവിടെ അപ്പോൾ കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഇതൊരു ഏഞ്ചലാണ്, ഒരു ലേഡി ഏഞ്ചലിൻ്റെ സോള് എന്ന് പറയുന്നത് ഒരു സിംഹമാണ്. ഒന്ന് ആലോചിക്കണം. ആ ലേഡി സോള് വളർത്തും കണക്കിരിക്കും. അതൊരു സിംഹമാണ്. അതിനറിയാം അതിന് സിംഹത്തിന് പറഞ്ഞാൽ വലിയ മനുഷ്യത്വ കാര്യങ്ങൾ, അതിൻ്റെ മക്കളുടെ അടുത്ത് മാത്രമേ സ്നേഹം തോന്നൂ. അതിൻ്റെ മക്കൾ തന്നെയാണ് നമ്മൾ. അപ്പം എല്ലാവരുടെ അടുത്തും സ്നേഹമോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഈ സിംഹമൊന്നും പോയിട്ട് ഈ പൂച്ചയുടെ അടുത്തൊന്നും പോയിട്ട് അങ്ങനെ ഡിപ്പെൻഡഡ് ആവത്തൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിൽ നിങ്ങൾക്ക് പണി കിട്ടും. സിംഹം പോയിട്ട് പൂച്ചയുടെ അടുത്ത് പോയിട്ട് പുറമേ കാണുമ്പോഴത്തേക്ക് അതൊരു പൂച്ചയായിരിക്കും, ഇപ്പം സിംഹമായിരിക്കും, ഉള്ളിൽ പൂച്ചയായിരിക്കും. അത് സോളിനറിയാൻ പറ്റും. അപ്പോൾ ചെന്ന് ഡിപ്പെൻഡഡ് ആവുന്ന സമയത്ത് അത് ചിന്തിക്കും, ഞാൻ സിംഹം, പൂച്ചയുടെ അടുത്ത് പോയിട്ട് നീ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കുഴപ്പമില്ല, നീ കമ്പനിയോട് ചോദിച്ചു, നീ ഡിപ്പെൻഡഡ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പണി തരും. റിലേഷൻ ആണെന്നുണ്ടെങ്കിലും കരിയർ ആണെന്നുണ്ടെങ്കിലും പറ്റുന്ന സീനാണ്. അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കിങ് മേക്കറായിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവേണം. നിങ്ങൾ കിരീടം വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ സോളിനെ കൊണ്ട് കിരീടം വെപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനാണ് കിരീടം കൊടുക്കേണ്ടത്. കിരീടാവകാശി നിങ്ങളുടെ സോളാണ്. നിങ്ങൾക്ക് വലിയ സംഭവമൊന്നുമില്ല, റോളില്ല. ഓക്കെ, എടുത്തുകൊണ്ട് വന്നതും എടുത്തുകൊണ്ട് പോയതും ഉണ്ടാക്കിയതും എല്ലാം ഇവിടെ ഇട്ടിട്ട് ഇവൻ ശരീരം, കണ്ണും മൂക്കും എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ പോവേണ്ടി വരും. ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോള് കയറിയങ്ങ് പോവും. അതാണ് ഞാൻ പറഞ്ഞത്, റിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ പേഴ്സണൽ പവർ എന്ന് പറയുന്നത് ഗ്രോത്താണ്. പേഴ്സണൽ ഗ്രോത്ത്, ഒരുപാട് സ്കിൽസും കാര്യങ്ങളും ഉള്ള സോളാണ്.
ഇൻറ്റ്യൂഷൻ, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ, സ്പിരിച്വൽ ലെവൽ ഭയങ്കരമായിട്ടുള്ള കണക്ഷനുള്ള സോളാണ്. സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, യോഗ അതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഴിവുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം എന്താ പറയുക, ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്രൗഡ് ചെയ്യും, ആൾക്കാർ പ്രൗഡ് ചെയ്യുന്ന സോളാണ്. അതായത് റെസ്പെക്റ്റ് ചെയ്യുന്ന, പ്രൗഡ് ചെയ്യുന്ന, വിദ്യ പറഞ്ഞു കൊടുക്കുന്ന, ഏഞ്ചലായിട്ടുള്ള, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന, ബിസിനസ്സിലായാലും എല്ലാവരും അഡ്മയർ ചെയ്യുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളൊരു എന്താ പറയുക, ഒരു എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. പക്ഷേ നമ്മളിപ്പം ചെറിയ ജോലി തൊട്ട് വലിയ ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ അതിങ്ങനെ പറയും, എടാ ആൾ നല്ല ക്യാരക്ടറാണ്, ആൾ നല്ല സ്വഭാവമാണ്, ആൾ ഇങ്ങനെ സെറ്റപ്പാണ് എന്നൊക്കെ പറയുന്നൊരു സ്വഭാവം. കൈൻഡ്നെസ്, കറക്റ്റ് പറയുന്നതാണ് കൈൻഡ്നെസ്. ഇപ്പം എത്ര വലിയ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ, എത്ര വലിയ ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല എത്ര വലിയ ഹൈ ആയി കഴിഞ്ഞാലും ഒരു പൂച്ചക്കുട്ടിയുടെ അടുത്ത് പൂച്ചക്കുട്ടിയെ കണക്ക് ആൾ നിൽക്കും. അത്രത്തോളം എന്താണ്, സിംഹമാണ് അറിയാം, പക്ഷേ ഗർജിക്കേണ്ട സ്ഥലത്ത് മാത്രമേ ആൾ ഗർജിക്കത്തുള്ളൂ. യെസ്, അത് തന്നെയാണ് കറക്റ്റ് പറയാനുള്ളത്. കുറേ അധികം എന്താ പറയുക, ഭയങ്കര ക്ഷമാശീലനാണ്. ക്ഷമാശീലം എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത് എത്ര വേണമെങ്കിൽ ക്ഷമിക്കും. ലോ ലെവലിനെ ക്ഷമിച്ച് കിടക്കാൻ പറ്റും. 10 ദിവസം എനിക്ക് ഫുഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിൽ കിടക്കും. പക്ഷേ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് മുന്നിൽ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പിടിച്ചാൽ ഞാൻ തിന്നും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ആ സീനാണ്. ഭയങ്കര റിയലൈസേഷനാണ്, എല്ലാവരെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങനത്തെ ഉള്ള ഭയങ്കര സ്ട്രോങ് ആണ്. എന്താണ്, ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എനർജിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡഡ് ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു സോളും കൂടിയാണത്. നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്, നിങ്ങളൊരു പാവം, നിങ്ങളൊരു ജെനുവിൻ ആണെന്ന് ഭയങ്കരമായിട്ടും അറിയാം സോളിന്, നിങ്ങളുടെ സോളിന് വ്യക്തമായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു പണിയിൽ കൊണ്ടങ്ങ് ഇട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം സോൾ ചെന്നിട്ട് വേറെ ആടത്തിലും ചെന്ന് പറഞ്ഞാണ്, ഇങ്ങനെ ഹെൽപ്പ് വേണം, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തരണം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് റിയലൈസേഷൻ ചെയ്യിപ്പിച്ചിരിക്കണം. ഭയങ്കര പ്യൂർ സോളാണ്. ഭയങ്കര പ്യൂർ സോൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ എണീച്ച് റെസ്പെക്റ്റ് ചെയ്യേണ്ട സോളായിട്ടാണ് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളും ബ്രിങ് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോളാണ്. ഭയങ്കര ജെന്യൂനാണ്. ആൾക്കാർക്ക് ഒരുപാട് ആഹാരം കൊടുക്കാനും, ആൾക്കാർക്ക് ഒരുപാട് നന്മ വരാനും, അങ്ങനെയൊക്കെ എന്താണ്, ഒരു ഈഗോ ഇല്ലാത്ത സോളാണ്. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ഒന്നും നിങ്ങളുടെ സോളിനില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ സംഭവമാണ്. പക്ഷേ എന്നിട്ട് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് പറഞ്ഞിടാ അങ്ങനെ അല്ല, അല്ലെങ്കിൽ എടി അങ്ങനെ അല്ല, അതല്ല മറ്റേതാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സോള് ഭയങ്കരമായിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നൊരു സോളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച്, ഈ സോളിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തണം, നിങ്ങൾ ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് തരണം, നിങ്ങളൊരു കുട്ടിയെപ്പോലെ നോക്കണം എന്നൊക്കെ ഉള്ളൊരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ കാറ് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാശി പിടിച്ച് ഞാൻ കിട്ടില്ല. പക്ഷേ നിങ്ങളൊരു ടോപ്പ് ക്ലാസ്, നിങ്ങൾക്ക് ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളവിടെ എത്താവുള്ളൂ എന്നുള്ള വ്യക്തമായിട്ടുള്ള ശാഠ്യമുള്ള സോളാണ്. ആ നോളജ് നിങ്ങൾക്കില്ലാണ്ട്, നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്യാണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നേടുന്ന സ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നുള്ള വ്യക്തമായിട്ടുള്ള ഡിസിഷനുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നിങ്ങൾ ജോലി ചെയ്യും, നിങ്ങൾ കരിയർ സെറ്റാക്കുക, നിങ്ങളുടെ പാഷൻ കണ്ടുപിടി, നിങ്ങൾ ആഗ്രഹത്തോട്ട് എത്ത്. നിങ്ങൾക്ക് ബംഗ്ലാവല്ല, എല്ലാ സ്ഥലവും നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി നിങ്ങളുടെ വേയിലോട്ട് നിങ്ങളുടെ സോൾ കൊണ്ടെത്തിക്കും എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ സിംഹം എന്ന് പറയുന്നത്, ഞാനൊരു ഒരു മാൻപേടയെ പോലെ, അല്ലെങ്കിൽ ഞാനൊരു മുയൽക്കുഞ്ഞിനെ പോലെ ഞാൻ നിന്ന് തരാം നിങ്ങളുടെ മുന്നിൽ എന്ന് വരെ നിങ്ങളുടെ സോൾ പറയുന്നുണ്ട്. അടുത്തായി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ നിങ്ങളുടെ സോൾ, അതായത് നമ്പർ 3, ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുന്ന സോൾ എന്ന് പറയുന്നത് സംഭവം, സെക്കൻഡ് പൈൽ ഒന്നിനും ഒരു ബോധേഡല്ലാത്ത ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എനിക്കെന്ത് സിറ്റുവേഷൻ സംഭവിച്ചാലും, എനിക്കെന്ത് പ്രശ്നം വന്നാലും, എനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനെ സംബന്ധിച്ചായിട്ടും കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് നാച്ചുറലിനെ ഇഷ്ടപ്പെടുന്ന, ഈവൻ എന്താ പറയുക, ഒരുപാട് ഫെയിം ആഗ്രഹിക്കുന്ന, ഒരുപാട് എന്താ പറയുക, ഒരു ഗോ വിത്ത് ദ
ഫ്ലോയിൽ പോകുന്നതിലും ഉപരി നിങ്ങളുടെ പിറകിലായിരിക്കും ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡഡ് ആവുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോവാൻ ചാൻസ് കുറവാണ്. നിങ്ങളുടെ ലൈഫിലായിരിക്കും ഇങ്ങോട്ട് ആൾക്കാർ ഒരുപാട് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഡോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സോള് തുറന്നു തരും. എന്താ പറയുക, ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവോ കാര്യം അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു മാപ്പ് ഉണ്ടാവും, വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. എല്ലാം എന്തെങ്ങനെ ആകും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ളൊരു ഇൻറ്റ്യൂഷൻ തരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ സോളെന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂമാനിറ്റിയും ഭയങ്കര നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഭയങ്കര ജെനുവിനായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്ന നിങ്ങളുടെ സോളായിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി ഓൾമോസ്റ്റ് റെഡിയാണ് നിങ്ങളുടെ സോള്. അതൊന്നും ബോധേഡല്ല. നിങ്ങളുടെ സോള് എന്ന് പറയുന്നത് ഒന്നിനും ബോധേഡല്ല. എന്ത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും എന്ത് പോയെന്ന് പറഞ്ഞാലും വലിയ ബോധേഡല്ല. സോള് പെട്ടെന്ന് അത് മൂവ് ഓൺ ചെയ്ത് ഇറങ്ങുകയും ചെയ്യും. കാരണം അത്രത്തോളം കഴിവുള്ള സോളാണ്. അത്രത്തോളം എന്താ പറയുക, ഒന്നിനും ബോധേഡല്ല. എത്ര സീരിയസ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും എത്ര വലിയ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും സിമ്പിളായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകും. കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് നിങ്ങളുടെ ലുക്കിനായിരിക്കണം. നിങ്ങളുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യും. സ്പിരിച്വാലിറ്റി ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ പർപ്പസ്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഈവൻ ഒരു തിങ്സ് പോലും, നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ബാഗ് പോലും എങ്ങനെയാകണം എന്ന് നിങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ ഞാൻ മേടിക്കേണ്ട ഒരു ബാഗ് മറ്റുള്ളവരിൽ നിന്നും വെറൈറ്റി ആയിട്ട് നിൽക്കണം. ഞാൻ മേടിക്കുന്ന ഒരു കാറ് മറ്റുള്ളവരിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കണം. മറ്റുള്ളവരെക്കാളും ഞാൻ ഓക്കെ ആയിരിക്കും. മറ്റുള്ളവരെ ഞാൻ ശ്രദ്ധിക്കത്തില്ല, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര ഹാപ്പിനെസ്സാണ്. സോള് ഭയങ്കര കോമഡിയാണ്. ഇൻസ്റ്റൻ്റ്ലി കോമഡി അടിക്കുന്ന സോളാണ്. വെറുതെ നിന്ന് കോമഡി അടിക്കാനും വെറുതെ നിന്ന് കാര്യങ്ങൾ പറയാനും എല്ലാവരോടും ഭയങ്കരമായിട്ടും സംസാരിക്കാനും എല്ലാവരും അഡ്മയർ ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അതായത് അവൻ ഇന്ന് വന്നില്ല, അത് നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്താണ്, സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും, ആ കൊച്ചെന്താന്ന് വരാത്ത, അല്ലെങ്കിൽ അവൻ എന്താ ഇന്ന് വരാത്തത്, അല്ലെങ്കിൽ അയ്യോ ആ ജോലിക്ക് പോയ സമയത്ത് ആൾ വന്നില്ല, ആൾ വന്നെങ്കിൽ ഒരു രസമായതിനല്ലേ എന്നൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്പിരിച്വൽ പരമായിട്ട് കണക്ഷൻസ് ഒരുപാട് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ കാണിക്കത്തൊന്നുമില്ല. മറ്റുള്ളവരടുത്ത് ഒരു രഹസ്യങ്ങളും പറയത്തില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിയിട്ടോ ഒന്നും നിൽക്കത്തില്ല. നിങ്ങളുടെ കൂടെ ഡിപ്പെൻഡ് ആവുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ലോ എനർജിയിലുള്ള ആൾക്കാരായിരിക്കും. അതായത് നിങ്ങളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളെക്കാളും ലോ ആയിരിക്കും. നിങ്ങളെ ആയിരിക്കും ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മറ്റേ ആളങ്ങനെ കൂടുതൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ വ്യക്തിക്ക് അതൊന്നും വേണ്ടേം താനും. അതായത് നിങ്ങൾ കുറച്ച് പൊങ്ങച്ചവും കാര്യങ്ങളും ആയിട്ട് നടക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോൾ ആയിരിക്കണം. പക്ഷേ യൂണിവേഴ്സൽ പരമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ള, ഒരു കാര്യങ്ങളും മറ്റുള്ള ആൾക്കാർ റിവീൽ ചെയ്യാത്ത കുറേ അധികം രഹസ്യങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒന്നും തോന്നത്തില്ല. ഒന്നും അതെന്താണ്, നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും പേടിയുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില ആങ്കർ ഇഷ്യൂസൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട്, ഒരു മൂഡ് സ്വിങ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതൊന്നും മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. കാരണം അത്രത്തോളം എനർജി ഹൈ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ വരുന്നത്. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോളാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോളാണ്. അതുകൊണ്ട് തന്നെ പണിയും കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാമെന്നുള്ള സോളാണ്. ഒരാളെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഒരാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വ്യക്തമായിട്ട് അറിയാം. സംസാരിച്ച് വീഴ്ത്താൻ, അതുപോലെ തന്നെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഓറയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ കയ്യിലെടുക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള മസ്കുലാർ എനർജിയാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് കയ്യിലൂടെ കാണുന്നത്. ഇത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മസ്കുലാർ എനർജിയാണ്. സ്പിരിച്വൽ പരമായിട്ട് ഹൈലി എനർജി, ഫാമിലി പരമായിട്ടായാലും വീട്ടുകാർ പരമായിട്ടായാലും നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തികളായാലും നിങ്ങളായാൽ പോലും സ്പിരിച്വൽ പരമായിട്ട് ഒരുപാട് ഉയർന്ന് നിൽക്കുന്ന ഓറയും എനർജിയും ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓരോ മൂമെൻറ്റ്സും ഓരോ ടൈം പീരീഡും ഓരോ സിറ്റുവേഷൻസും ഓരോ മിനിറ്റും എങ്ങനെ അടിപൊളിയാക്കണം, എങ്ങനെ സക്സസ്സിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന വ്യക്തികൾ. ഈ പറയുന്ന സോളുകൾ കൂടുതലും ആങ്കർ, അതുപോലെ തന്നെ ഫിലിം സ്റ്റാർ, അതുപോലെ തന്നെ എന്താ പറയുക, മോഡലിങ്, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ അതായത് ഫെയിം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ താരങ്ങൾ, അതുപോലെ എന്താ പറയുക, അങ്ങനെയൊക്കെ. അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. കോമഡിയൊക്കെ പെട്ടെന്ന് പറയും, ഫിലിം സ്റ്റാർ ആവും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ. ഇവരുടെ ലൂപ്പ് എന്ന് പറയുന്നത്, ഇവർക്ക് ചുറ്റുമായിരിക്കും ഒരു ലൂപ്പ് ഉണ്ടാവുന്നത്. ഇവർ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവരെ മൊച്ചി, അതായത് തേങ്കൂട്ടിൽ
തേനിൽ ഈച്ച ഒന്നും മുച്ചൂല, അല്ല ഈ തേനീച്ച വരില്ലേ, അതേ കണക്കാണ് ഇവരുടെ സിറ്റുവേഷൻസും. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഈ സോളിനെ ഹീൽ ചെയ്ത് കളയാൻ പറ്റും, പുതിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ പാമ്പ് പടം ഊരി പൊളിച്ച് പോകുന്ന കണക്കുള്ള ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പം ഒരു ഫുൾ മൂൺ ഡേ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡേ ഇവർക്ക് ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും. ഇവർക്ക് തന്നെ പെട്ടെന്ന് ട്രാൻസ്ഫർമേഷൻ ആവാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇവൻ എല്ലാ കാര്യങ്ങളും മറക്കാൻ പറ്റും. ഇവർ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ചില സിറ്റുവേഷൻസ് പെട്ടെന്ന് മൂവ് ഓൺ ആയി പോകാൻ പറ്റും. ഇവർക്ക് അതിനുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും റിഗ്രറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ സോൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഇമോഷണലി ഭയങ്കര കണക്ഷൻസും ഇമോഷണലി ഭയങ്കരമായിട്ടും ഹൈ എനർജിയിലുള്ള ആൾക്കാരുമായിരിക്കും. സോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ സംബന്ധിച്ച്. ഇത് ചില ആൾക്കാരെ സംബന്ധിച്ചാണ്. തേർഡ് പൈൽ എടുത്തപ്പോഴത്തേക്കും, അല്ല രണ്ടാമത്തെ പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും എനർജി മാറുന്നുണ്ട്, അതാണ് പറഞ്ഞത്. സെക്കൻഡ് പൈൽ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് കളർഫുള്ളാക്കി മാറ്റാൻ അറിയാമെന്നുള്ള സോളാണ്. ഒരുപാട് ഇഷ്യൂസും ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം പിന്നീട്, അതായത് ഈ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മനസ്സിൽ പേടിയും കാണും, അത് ഡേഞ്ചറാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ലഹരിയുണ്ട്. അല്ലെങ്കിൽ കയ്യിൽ പൂത്തിരി വെച്ച് കറക്കുന്ന സമയത്ത് നമുക്കറിയാം അത് തീയാണ്, അതെന്തെങ്കിലും പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷെ അതിലൊരു ഫാൻറ്റസി ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അടുത്തടുത്ത് കത്തിക്കാനുള്ള. അതേ കണക്കാണ്, ഒരു കാര്യം ചെയ്ത് തീർന്ന് അടുത്തയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ത്വര ഭയങ്കര കംഫർട്ടാക്കുന്ന സോളാണ്. ഭയങ്കരമായിട്ട് സെക്കൻഡ് പൈൽ കംഫർട്ടാക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് വേണമോ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ലൈഫ് ക്രിയേറ്റ് ചെയ്ത് തരും സെക്കൻഡ് പൈലിൻ്റെ സോള്. അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ത്രീ പൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായ ഹാപ്പിനെസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണോ, ബിസിനസ്സായിട്ടുള്ള എബിലിറ്റി തരാം. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണോ, ട്രാവൽ ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വേണം അതെല്ലാം ഞാൻ തരാം. നിങ്ങൾക്ക് പോസിറ്റീവ് വേണോ, പോസിറ്റീവ് തരാം. അതായത് എല്ലാം തരാൻ വേണ്ടി നിൽക്കുന്ന, നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് എല്ലാം കൊണ്ട് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സോളാണ്. മാക്സിമം ഈ സോളിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ട് ജീവിക്കുക, കളർഫുള്ളായിട്ട് അടിച്ചു പൊളിച്ച് കുറച്ച് സമയം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. പർപ്പസോ കാര്യങ്ങളൊന്നും നോക്കാത്തൊരു സോളായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം പറയുമ്പോഴത്തേക്കും പർപ്പസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ സോളിൻ്റെയൊക്കെ പർപ്പസ് കഴിഞ്ഞ സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം പാഷനെ പർപ്പസായിട്ട് കൊണ്ട് നടക്കുന്ന സോളായിട്ടാണ് ഈ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതായത് എൻജോയ്മെൻറ്റും ഹാപ്പിനെസ്സും സക്സസ്സും ഒക്കെയാണ് ഈ പറഞ്ഞ സോളിൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് സോൾ പർപ്പസിലോട്ട് എത്തുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി കാണും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവത്തില്ല. ഒറ്റയ്ക്കാവുന്ന നിമിഷങ്ങളുണ്ടാവും, പക്ഷേ ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ട്രാവൽ ആവുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ സോള് അവകാശപ്പെടുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ പ്രോബ്ലംസ് ആയിരിക്കാം, നിങ്ങളുടെ ചലഞ്ചസ് ആയിരിക്കാം. ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം. ഞാൻ എല്ലാത്തിനും കൂടെ നിൽക്കും, ഞാൻ എല്ലാത്തിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഫുൾ വാല്യൂ. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എല്ലാം സോളിൻ്റെ കടമയാണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് സോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ചില ഇൻസിഡൻ്റ് ഉണ്ടാകും, അതുവഴി നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്, ഈവൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കരിയർ ആയാലും. പക്ഷേ അതിൽ തന്നെ പിടിച്ച് കുറേ നാൾ നിങ്ങൾ നിൽക്കത്തില്ല. അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ മേജർലി കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സോളിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കളർഫുള്ളായിട്ട് ജീവിച്ച് തീരുക എന്നുള്ളത് തന്നെയാണ്. ഹാപ്പിനെസ് ആയിട്ട് എന്താ പറയുക, അടിച്ച് പൊളിച്ച് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്ത് സോഷ്യലുമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുക എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ജീനും ചിലപ്പോൾ വേറെ ആയിരിക്കും, പക്ഷേ സോളിൻ്റെ ആഗ്രഹം അതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, ഇപ്പം നിങ്ങളൊരു നല്ല ഏജുള്ള ഒരു 60 വയസ്സാണെങ്കിൽ പോലും ആ സോൾ ആഗ്രഹിക്കുന്നത് നല്ല ചുരിദാറും ഇട്ട് ഡാൻസും കളിച്ച് പാട്ടും പാടി എൻജോയ് ചെയ്ത് ഹാപ്പിനെസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ചെയ്ത് നടക്കണം എന്നുള്ളതാണ്. ഒരുപാട് പേര് അഡ്മയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ പാഷനറ്റാക്കി മനസ്സിൽ വയ്ക്കുന്നുണ്ട്. ആ വ്യക്തിനെ കണക്കാവാൻ പറ്റുന്നെങ്കിൽ, ഈ വ്യക്തിനെ കണക്കാവാൻ പറ്റുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സോളിനെ സംബന്ധിച്ച് നിങ്ങൾ അതാവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നുമുണ്ട്, ആ ഒരു സിറ്റുവേഷൻ വരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്.
നിങ്ങളുടെ സോളിൻ്റെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങളുടെ സോൾ ചിന്തിക്കത്തുള്ളൂ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ഇവൻറ്റ്സും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരും. അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസും കൊണ്ടുതരും. ഈവൻ നിങ്ങളുടെ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു എന്തിനെങ്കിലും പോകുന്ന സിറ്റുവേഷൻ, മാരേജ് ഫംഗ്ഷന് പോകുന്ന സിറ്റുവേഷനിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് പരമായിട്ട് പോകുന്ന സിറ്റുവേഷനിലായിരിക്കും. ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സോളിന് പറ്റും എന്നുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ മെയിൻലി കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന് എല്ലാം തിരിക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫ്, അതായത് നിങ്ങളിപ്പോൾ നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫായിരിക്കും, നല്ല രീതിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ഭയങ്കര ഓക്കെ ആയിട്ട് പോകുന്ന സിറ്റുവേഷനും, ഇത് നിങ്ങൾക്ക് നെഗറ്റീവും നിങ്ങളുടെ സോളിന് തരാൻ പറ്റും, പോസിറ്റീവും നിങ്ങളുടെ സോളിന് തരാൻ പറ്റും. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ സോളിന് എല്ലാ ക്യാരക്ടറുമായിട്ട് പോകാൻ പറ്റും, പക്ഷേ നിങ്ങൾ അടിച്ചു പൊളിക്കണം എന്നൊക്കെ തന്നെയാണ്, പക്ഷേ ടേൺ ചെയ്യാൻ പറ്റും. അതായത് ചില ഇഷ്യൂസിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ പോക്ക് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് പണി തരാനും നിങ്ങളുടെ സോളിന് പറ്റും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ഒരുപാട് എന്താ പറയുക, ഒരു പദവിയിലിരിക്കുന്ന സോളാണ്, ഹൈ പ്രീസ്റ്റ് എനർജിയാണ്. ഈ സോളിൻ്റെ അടുത്ത് നിങ്ങളെ ഒരു കളി നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കളിയും പഠിച്ച് നല്ല പാസ്സായി വന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. എന്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഡ്രസ്സിങ് രീതി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആഹാര രീതി, ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കുളി, നിങ്ങളുടെ വൃത്തി, ഇതൊക്കെയാണ് ഈ സോള് കൂടുതലും ഭയങ്കര സ്ട്രിക്റ്റാണ്. ഈ എന്താ പറയുക, ഇതൊക്കെയാണ് ഈ സോളിന് ഇഷ്ടം. അതായത് കുളിക്കാണ്ട് കിടക്കാൻ പറ്റില്ല, അതൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആക്കും നിങ്ങളെങ്ങനെ, എന്താണ് ഇവൻ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് ഇവളിങ്ങനെ കാണിക്കുന്നത്. അതേപോലെ തന്നെ പറ്റാത്ത ലൂപ്പിൽ നിൽക്കത്തില്ല. പറ്റാത്ത ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഒരു ജോലി ചെയ്യുന്ന സ്ഥലം, നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടമാണ്, പക്ഷേ ജോലി ചെയ്യുന്ന അവിടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാരാണ്, കാരണം നിങ്ങൾ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഡൗൺ ആക്കണമെന്ന് നിങ്ങൾക്ക് അവിടെ അത് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യും. നിങ്ങളുടെ സോൾ അതിനേക്കാളും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നിങ്ങളുടെ ഫേസിൽ അതുണ്ടായിരിക്കും. കാരണം നിങ്ങൾ റിയാക്ട് ചെയ്ത് നിങ്ങൾ മറച്ചു വെച്ചാൽ പോലും നിങ്ങളുടെ സോൾ അത് റിയാക്ട് ചെയ്യും. അത് ഫേസിൽ കാണിക്കും. ദേഷ്യം, അവളുടെ മുഖം മാറിയുണ്ട, അല്ലെങ്കിൽ അവൻ്റെ മുഖം മാറിയുണ്ട എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാറും. നിങ്ങളെ പഠിപ്പിക്കുന്നതിലുപരി ഒരുപാട് പേരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സോളാണ്. ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കുന്നതിന് കൈയും കണക്കും കാണത്തില്ല. ഒരാളെ സംസാരിക്കാൻ, സ്വന്തം വൈബിനുള്ള ഒരാളെ സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ സോൾ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങും. എല്ലാം റിവീലാവാൻ വേണ്ടി തുടങ്ങും. എല്ലാം റിവീലാകും. അങ്ങനത്തെ ഉള്ള സോളാണ്. വാട്ടർ സൈനാണ്. അതായത് വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്ന സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവൻ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇവൻ നിങ്ങൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നിങ്ങളുടെ സോളിന് ഇഷ്ടപ്പെടും. കുളിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീലാക്കി തരും നിങ്ങളെക്കുറിച്ചൊക്കെ. ഈ സോള് അങ്ങോട്ട് ആരുടെടുത്തും പോയി കമ്പനി അടിക്കുന്നൊരു സോളോ കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങോട്ട് വന്ന് കമ്പനിയായി ഓക്കെ ആയി എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഒപ്പമുണ്ട്. അതായത് പുറമേ കാണുന്ന ഒരാൾക്ക് ഭയങ്കര ദേഷ്യമൊന്നും എൻ്റെ അടുത്ത് കമ്പനിയൊന്നും ആവത്തില്ല, ഒരു ഭയങ്കര ജാട എന്നൊക്കെ തോന്നുന്ന ആളാണെന്നുണ്ടെങ്കിലും അടുത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഡീപ്പായിട്ട് എടുക്കും. പിന്നെ അങ്ങോട്ട് ഹാപ്പിനെസ്സാണ്. ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ വേറൊരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ്, കാര്യങ്ങൾ, സക്സസ്, നിങ്ങളെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യും. അങ്ങനത്തെ ഒരു സോളായിട്ടാണ് എന്നെ ഇവിടെ കാണാൻ പറ്റുന്നത്, നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് സക്സസ്സും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവാൻ വേണ്ടി വെറുതെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കും. കരിയറിലായാലും റിലേഷൻഷിപ്പിലായാലും അതുപോലെ തന്നെ എന്താ പറയുക, ലൈഫിൽ വരുന്ന ആൾക്കാരായാലും ലൈഫിൽ വരുന്ന മെൻറ്റേഴ്സ് ആയാലും അതേപോലെ തന്നെ എന്താ പറയുക, ഓപ്പർച്യൂണിറ്റി ആയാലും ഫിനാൻസ് ആയാലും നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ട് തരാൻ വേണ്ടി നിങ്ങളുടെ സോളിന് പറ്റും. പക്ഷേ നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് പാതയിലോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് പോകുന്നത്. ഒരു ജഡ്ജിയാണ് നിങ്ങളുടെ സോള്. വിധി തീരുമാനിക്കാൻ നിങ്ങളുടെ സോൾ പറ്റും. അതായത് എക്സാമ്പിൾ ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങളുടെ സോള് ഒരു ജഡ്ജിയാണ്. ആൾക്ക് വ്യക്തമായിട്ടുള്ള തീരുമാനമുണ്ട്, എങ്ങോട്ട് പോകണം, എന്താണ് എനിക്ക് വേണ്ടത്,
നിങ്ങളുടെ നിലപാട് എന്താണ്, അതിനനുസരിച്ചറിയാൻ നിങ്ങളുടെ സോൾ തീരുമാനം എടുക്കുന്ന നിങ്ങളുടെ സോളാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് റിലേഷനിൽ പോവാം, നിങ്ങൾക്ക് ജോലി ചെയ്യാം, നിങ്ങൾക്ക് വിദേശത്ത് പോകാം, എല്ലാം ചെയ്യാം. പക്ഷേ തീരുമാനം അവസാനം എടുക്കുന്ന നിങ്ങളുടെ സോളായിരിക്കും. അവിടെ ചിലപ്പോൾ ചെന്ന് നിങ്ങളിപ്പം പുറത്തോട്ട് ചെന്ന് നിന്ന് നിങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ സോളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ വിധി അങ്ങ് മാറ്റും. വിധി മാറ്റി എഴുതാൻ വേണ്ടി നിങ്ങളുടെ സോളിന് പറ്റും. അവിടെ ഭയങ്കര കണിശക്കാരനാണ്. അതായത് ഹാപ്പിനെസ്സിൽ നിന്നേ കാര്യങ്ങൾ ചെയ്തുള്ളൂ. നിങ്ങളെ വിഷമിപ്പിച്ചൊന്നും കാര്യങ്ങൾ ചെയ്യത്തില്ല നിങ്ങളുടെ സോള്. നിങ്ങളെ ഭയങ്കര ഡൗൺ ആക്കി അങ്ങനെയും ചെയ്തില്ല. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ എല്ലാ രീതിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഡിസ്കവർ ചെയ്ത് മാത്രമേ നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ സോൾ എന്ന് പറയുന്ന വ്യക്തമായിട്ടൊരു ഡിസയർ ഉണ്ട് നിങ്ങളുടെ സോളിന്, വ്യക്തമായിട്ടുള്ള പാഷനുണ്ട്, വ്യക്തമായിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ സോളിനുണ്ട്. അത് നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും, ഒരുപാട് ട്രസ്റ്റ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് നിങ്ങളെ ഒരുപാട് വിശ്വസിച്ച് നിങ്ങളെ കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ എന്ത് വാങ്ങണം, നിങ്ങൾ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആക്ഷൻ എടുക്കുന്ന സോളാണ്. ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് കളയും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കടയിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് കടക്കാരൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വിത്തിൻ സെക്കൻഡ് നിങ്ങളോട് ആക്ഷൻ എടുത്തിരിക്കും. അങ്ങനത്തെ ഉള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താ പറയുക, ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്കാർക്കൊക്കെ എന്താണ് വേറെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ സോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, കൊതിപ്പിച്ചിട്ട് കടന്നു കളയും. വേണോ എന്ന് ചോദിച്ചിട്ട് അത് തരത്തുമില്ല, അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് ചില ആൾക്കാർക്ക് അത് കണക്ഷൻ മനസ്സിലാവും എന്താണെന്ന്. അങ്ങനത്തെ ഒരു സംഭവമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ സോളിൻ്റെ മെയിൻ പവർ എന്ന് പറയുമ്പോഴത്തേക്കും സ്പിരിച്വൽ ലെവലിൽ വർക്ക് ചെയ്യുന്നൊരു സോളായിട്ട് തന്നെയാണ് നിങ്ങളുടെ കാണാൻ പറ്റുന്നത്. പക്ഷേ അതിലും ഉപരി, സ്പിരിച്വലിനും ഉപരി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ സോളിനെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ സോളിനെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട് ജെന്യുവിനായിട്ട് നിൽക്കുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, നിങ്ങളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വ്യക്തമായിട്ടുള്ള പണി കിട്ടും. പക്ഷേ നിങ്ങൾക്ക് പണി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങളത് ചെയ്യത്തില്ല. കാരണം നിങ്ങളുടെ സോളിനത് അറിയാം, അവനൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ വിട്ടേക്കാം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള, നിങ്ങളെ ഭയങ്കരമായിട്ടും ഉപദ്രവിക്കുന്ന വ്യക്തികളെ പോലും നിങ്ങളെ സോൾ ഒന്നും ചെയ്യത്തില്ല. കാരണം അത്രത്തോളം ഒരു പാവമായിട്ടുള്ള, അത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള, അത്രത്തോളം ഒരു ഡീപ്പ് എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സോളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് അതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ സോളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അബ്സോർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ഒബ്സർവേഷൻ ഉണ്ടാകുന്നൊരു സോളാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള എനർജീസും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ സോളിൻ്റെ അടുത്ത് വരണം. ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സോൾ ചെയ്യത്തുള്ളൂ. അതുപോലെയൊക്കെ തന്നെ ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഈ സോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ്, എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ആണ്. ഈവൻ ഈ സോൾ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങളുടെ അച്ഛന് പൈസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായിട്ട് പണം ഉണ്ടാക്കി സ്വന്തം കാര്യം നോക്കി പോവുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സോൾ ആഗ്രഹിക്കുന്നത്. സ്വന്തമായിട്ടുള്ള പണം, ആരെയും അങ്ങനെ ഉപദ്രവിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ട്, നെഗറ്റീവ് ആക്കാനുള്ള കഴിവും എല്ലാം ഉണ്ട്. പക്ഷെ ആരെയും ഒന്നും ചെയ്യാൻ വേണ്ടി ആഗ്രഹത്തില്ല. മറ്റൊരാളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഇപ്പം നിങ്ങളൊരു ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരാളെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കും. ആ വ്യക്തിനെക്കുറിച്ച് നിങ്ങൾ കുറേ കാര്യം മനസ്സിലാക്കും, ആ വ്യക്തിയുടെ പോയി സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്നൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെ അടുത്ത് നന്നായിട്ട് ഒരു പെരുമാറ്റ രീതിയുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് പെരുമാറ്റ രീതിയുണ്ട്, ഭയങ്കര ബ്രില്യൻ്റ്, ലോജിക്കായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാവുന്നുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു കുറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ മാപ്പ് ചോദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. അത് നിങ്ങളുടെ സോളിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്.
ഒരുപാട് ഗുഡായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള എത്ര വലിയ ചലഞ്ചസ് ആയിക്കഴിഞ്ഞാലും അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെക്കൊണ്ട് പറ്റാത്തൊരു പണി നിങ്ങൾക്ക് തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയണം അതെന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് കുറച്ച് പാടായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ പാടായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്ര വലിയ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാലും നിങ്ങളത് ചെയ്തിരിക്കും. അത് ആരെയും നോയിപ്പിച്ചിട്ടായിരിക്കത്തില്ല. ഒരു കോമ്പറ്റീഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോമ്പറ്റീഷനിൽ വ്യക്തമായിട്ടുള്ളൊരു വിജയം നിങ്ങൾക്കുണ്ടാവും. അത് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടായിരിക്കത്തില്ല, അതിലുപരി ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടായിരിക്കും നിങ്ങളത് നേടുക. ഗെയിം ആയിക്കഴിഞ്ഞാലും ഈവൻ എന്താ പറയുക ലൈഫ് എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാലും ഒരുപാടുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഞാൻ പറയാം, നിങ്ങൾ അങ്ങോട്ട് പോകുന്നൊരു ക്യാരക്ടറല്ല. നിങ്ങളുടെ ലൈഫിലോട്ട് ആൾക്കാരായാലും സ്പിരിച്വാലിറ്റി ആയാലും ഡിവൈൻസ് ആയാലും മറ്റ് സോളുകളായാലും നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യത്തിന് വരും. കാരണം നിങ്ങൾ അത്ര ബ്രില്യൻ്റ് ആണ്, നിങ്ങൾ അത്ര സോൾ പർപ്പസ് ഉള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സോളിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്, എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ലോകം എന്താണെന്ന് ലൈഫ് എന്താണെന്ന് പഠിച്ച് ഇറങ്ങി പോകേണ്ട ഒരു സോളായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ നീഡ്സിന് വേണ്ടി, നിങ്ങളുടെ മൈറ്റിന് വേണ്ടി അല്ലാതെയും മറ്റെല്ലാ ആൾക്കാർക്ക് വേണ്ടിയും അവരെ ഒബ്സർവ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും അത് ചെയ്തു കൊടുക്കാൻ ഒരു മടിയും ഇല്ലാത്തൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് മറ്റുള്ളവരുടെ കർമ്മയായാലും മറ്റുള്ളവരുടെ എന്ത് സിറ്റുവേഷൻ ആയാലും അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കെയർഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെല്ലാ കാര്യങ്ങൾക്കും റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം. ഇപ്പം നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കിട്ടി, നിങ്ങളതിനെ നല്ല രീതിക്ക് റിവ്യൂ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി വന്നു, നിങ്ങളതിനെ റിവ്യൂ ചെയ്യും. നിങ്ങളൊരു ഒരു 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 കവർ മിക്സർ മേടിച്ചു, നിങ്ങളതിനെ റിവ്യൂ ചെയ്യും. അതായത് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങളത് നോക്കിയും കണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അതായത് നിങ്ങൾ ഇപ്പം എന്ത് കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും അതിനെ റിവ്യൂ ചെയ്ത് മനസ്സിലാക്കി ഒബ്സർവേഷൻ ചെയ്ത് പഠിച്ചിട്ട് മാത്രം അതിലോട്ട് ഇറങ്ങുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എടുത്തുചാട്ടം എന്ന് പറയാൻ നിങ്ങളുടെ സോളിനില്ല. അതാണ് കൂടുതൽ ഒബ്സർവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സോളിന് ഉള്ളത് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര ക്ഷമാശീലനാണ്, ഭയങ്കരമായിട്ടുള്ള ക്ഷമയുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലൈഫിൽ വന്നതും പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കും. വന്നിട്ട് പോയവരായാലും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളത് ക്ഷമിച്ച് നിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് സക്സസ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ കഴിവുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ചില സ്ഥലങ്ങളിലോട്ട് എത്തിപ്പെടുന്ന സമയത്ത്, ടൂർ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ക്യൂരിയസ്ഡ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആവേശം ഉള്ള വ്യക്തികളാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, പുതിയ ലൈഫ് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട്, അറിവ് നേടാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ഓരോ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇതിലൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ്, ഭയങ്കര ജെന്യുവിനാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്താലും നിങ്ങളുടെ സോൾ കൺട്രോൾ ചെയ്തില്ല. നിങ്ങൾ വിഷമമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വിഷമം പുറത്ത് കാണിക്കും, നിങ്ങളത് കരച്ചിലാണെന്നുണ്ടെങ്കിൽ കരച്ചിൽ പുറത്ത് കാണിക്കും, നിങ്ങൾക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ സന്തോഷം പുറത്ത് കാണിക്കും. എല്ലാം ജെന്യുവിനായിട്ട് എന്താണെന്ന് മനസ്സിലാക്കി ഒബ്സർവേഷൻ ചെയ്ത് നിങ്ങൾക്കത് കണക്റ്റഡ് ആവും, പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലോട്ട് ഒരുപാട് ആൾക്കാരുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഓറയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ സ്പിരിച്വൽ ലൈഫിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോവാനോ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് മിണ്ടാനോ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. നിങ്ങളടുത്ത് ആൾക്കാർ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളടുത്തോട്ട് നിങ്ങളങ്ങനെ വളർന്നൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ജീന്, നിങ്ങളുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചത് അതല്ല. നിങ്ങളുടെ സോളിനൊരു വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ട്, നിങ്ങളുടെ സോളിനൊരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ട്. നിങ്ങളുടെ സോളിന് എന്താണോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ കൂടുതലും കേൾക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ലൂപ്പ് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നത്. ഭയങ്കര കെയർഫുള്ളാണ്, എല്ലാ കാര്യത്തിനും ഭയങ്കര കെയർഫുള്ളായിട്ടുള്ള ഒരാളെ കണക്കാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഭയങ്കര ബോധേഡാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഭയങ്കര ബോധേഡാണ്, എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ബോധമാണ്. ഇപ്പം നിങ്ങളൊരു ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് അത് കൊള്ളൂല എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യുകയാണ്, പക്ഷേ അതിൽ നിങ്ങൾ ഭയങ്കര കെയർഫുള്ളായിരിക്കും. അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിലോട്ട് ഇറങ്ങത്തുള്ളൂ. അത്രയും ഒബ്സർവിങ് ആണ് നിങ്ങളുടെ സോൾ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും വൃത്തി,
ഡ്രസ്സിങ് ഇതിലൊക്കെ കൂടുതൽ നിങ്ങളെ സോൾ താല്പര്യപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുന്നതും ചെയ്യുന്നത്. അത്രയും കണക്ഷൻസ് നിങ്ങളുമായിട്ടുണ്ട്, അത്രയും എന്താ പറയുക, ആ ഒരു സോൾ കോൺട്രാക്റ്റിൽ ഒപ്പിട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പാസ്റ്റിൽ നിന്നുമൊക്കെ കണക്ഷനുള്ള ആൾക്കാരായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കും കൂടുതൽ അറിയാം എന്നുള്ളത് തന്നെയാണ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ ഒരുപാട് ആൾക്കാർ അഡ്മയർ ആവുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാനിഫെസ്റ്റ് ആയി പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ സോള് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളുടെ സോളാണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. അത്ര പ്യുവറും നിങ്ങളുടെ കൂടെ ഇത്രയും കട്ടയ്ക്ക് നിൽക്കുന്നൊരു സോള്, എല്ലാ കാര്യത്തിനും ഇത്ര കട്ടയ്ക്ക് നിൽക്കുന്നൊരു സോളിനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഞാനിവിടെ അതിശയപ്പെടുന്നത്. സീരിയസ്ലി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനൊക്കെ നിങ്ങൾക്കൊരു പ്രശ്നം, നിങ്ങൾക്കൊരു എമൗണ്ടിന് പ്രശ്നം വന്നു കഴിഞ്ഞാലോ, നിങ്ങളൊരു സ്ട്രഗിൾ നിൽക്കുന്ന സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, റീച്ച് ഔട്ട് ആവാൻ പറ്റാത്ത സിറ്റുവേഷനാണെങ്കിൽ, നിങ്ങളൊരു ഒരു പ്യുവർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ, നിങ്ങൾക്കൊരു നല്ല സമയം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, എംപ്ലോയ്മെൻറ്റിലാവാം, അതായത് ജോലി കരിയർ സംബന്ധിച്ചാവാം, നിങ്ങളൊന്ന് വിഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ അവിടെ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ പക്കയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള, ഇത്രയും ഏഞ്ചലായിട്ട് വർക്ക് ചെയ്യുന്ന, നിങ്ങളെ മറ്റുള്ളവരെ നോയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള പണി കൊടുക്കും എന്നുള്ളത് നിങ്ങളെ സോളോടെ എഴുതി ഒപ്പിട്ടിരുന്നുണ്ട്. നിങ്ങൾ കുടിലിൽ കിടക്കുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങൾ കൊട്ടാരത്തിൽ കിടക്കുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങൾ തറയിൽ കിടക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ അഭിമാനത്തിനെ കൈവച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈഗോയെ തൊട്ട് കഴിഞ്ഞാൽ വ്യക്തമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇനി എത്ര ടൈം കഴിഞ്ഞാൽ ആ ആൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ അതിന് മറക്കത്തില്ല, ഒന്നും മറക്കത്തില്ല. നിങ്ങളുടെ സോൾ മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇത്രത്തോളം കെയറായിട്ട് നോക്കുന്ന ഒരു സോൾ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെയും നോയിപ്പിക്കാണ്ട്, ഒരു വ്യക്തിനെ പോലും നശിപ്പിക്കാണ്ട്, എല്ലാം നിങ്ങൾക്കും ആ സോളിനും അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പിലി നിങ്ങളെ നിർത്തുന്ന ഒരു സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ ഹാറ്റ്സ് ഓഫ്. അത്രത്തോളം ആ സോളിനെ ഞാൻ ബഹുമാനിക്കുന്നു, അത്രത്തോളം ഞാൻ ആ സോളിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം സീരിയസ്ലി വണ്ടർ ആയിട്ടുള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നേടാൻ പറ്റും, നശിപ്പിച്ചും കൊന്നും അല്ലെങ്കിൽ കൊല വിളിച്ചും അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആക്കിയിട്ട് നമുക്ക് ഒരുപാട് നേടാൻ പറ്റും. പക്ഷേ ആ നേട്ടമൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷനാണോ, അല്ലെങ്കിൽ ആ നേട്ടമൊക്കെ നമുക്ക് വേണ്ടതാണോ എന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരുന്ന സോൾ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുകയും വ്യക്തമായിട്ട് നെഗറ്റീവിനും പോസിറ്റീവിനും തിരിച്ചറിഞ്ഞ് പറഞ്ഞ് തരാൻ കഴിവുള്ള ഒരു സോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയും കൂടാതെ മണി അതൊന്നുമല്ല, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നൊരു സോൾ എന്ന് പറഞ്ഞാൽ ഹാർട്ട്സ് ഓഫ്. ഡിവൈൻ തന്നെയാണ്, എന്താ പറയുക, ഏഞ്ചൽ തന്നെയാണ്. പക്ഷേ ഏഞ്ചലിൻ്റെ ആ മുഖം മാറുന്നത് നിങ്ങൾക്ക് മാത്രം അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മാതാപിതാക്കളെ കൂടുതലും നോക്കുന്ന മക്കളാണ് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു സോളായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങൾക്കും റീച്ച് ഔട്ട് ആവാൻ പറ്റുന്ന, അതായത് എന്താ പറയുക, എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സോളായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ലൈഫ് കൂടുതലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റുള്ള ഒരു സോളിനെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കി ലൈഫിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ പ്രാവർത്തികമാക്കി മറ്റുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പെരുമാറുന്നത്. ഇപ്പോൾ ബിസിനസ്സിലായിരിക്കാം, കരിയറിലായിരിക്കാം, അവരുടെ ദാമ്പത്തിക ജീവിതത്തിലായിരിക്കാം, ലൈഫിലായിരിക്കാം, അതെല്ലാം മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, ഒരു ഡിപ്പെൻഡഡ് ആവാത്ത, ബാക്കിയുള്ളവരെ കൂടുതലും അടുപ്പിക്കുന്ന ഒരു സോളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോളിന് എപ്പോഴും ഒരു മാജിക്കൽ എനർജി ഫീൽ ചെയ്യും. എപ്പോഴും ഒരു ഓറ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഓറ എനർജി, കുറേയധികം കാര്യങ്ങൾ പഠിച്ച് അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതൊക്കെ കൂടുതലും ഭയങ്കര എന്താ പറയുക, ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ നീഡ്സിനുപരി നിങ്ങളുടെ സോളിൻ്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി എന്താ പറയുക, ഒരു അച്ചടക്കം ഉള്ളൊരു സോളാണ്. അതുപോലെ തന്നെ കുറേയധികം സോളിനെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
വീടൊരുക്കുക, ഗാർഡനിങ് ചെയ്യുക, എല്ലാം ഒരു അച്ചടക്കം, എല്ലാം ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ലൈഫെ ഒരു വേറൊരു രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സോളായിട്ട് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റ് സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ ബിലീവായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സോള്, ഒരുപാട് നിങ്ങളുടെ സോള് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ സോള് നിങ്ങളുടെ കയ്യിലും അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളിലും വിശ്വാസം ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കളർ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് എന്താ പറയുക, ജെനുവിനായിട്ട് ഉള്ളൊരു ഫെമിനിൻ എനർജി ആയിട്ടും എനിക്കിവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ സോളിൻ്റെ എന്താ പറയുക അനുഭവങ്ങളും നിങ്ങൾ കടന്നുവന്ന സിറ്റുവേഷൻസും എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഓരോന്നും നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഈവൻ ഇൻസിഡൻ്റ് ആയാലും, ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായാലും, കൊച്ചിലെ ഉണ്ടാകുന്ന നിങ്ങളുടെ കാര്യങ്ങളായാലും, അത് കഴിഞ്ഞ് വളരുന്ന കാര്യങ്ങളായാലും, ഇപ്പം അതൊരു നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ, ട്രോമ ആയാലും അതുപോലെ തന്നെ നിങ്ങൾ ലവബിളായിട്ടുള്ള ഈ മെമ്മറീസ് ആയാലും അത് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത് നിങ്ങളുടെ സോളിൻ്റെ ഒരു അഡീഷണൽ പവറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏഞ്ചൽ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് മാനിഫെസ്റ്റേഷൻ ട്രിക്ക് അറിയാമെന്നുള്ള സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് ഒബ്സർവേഷൻ ഉള്ള സോളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അമ്മ അച്ഛൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാമൻ അഥവാ അല്ലെങ്കിൽ പറയാം നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പഠിക്കുന്നൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ സബ്ജക്റ്റ് മാത്രം നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. ആ ഒരു ക്യാരക്ടർ നിങ്ങൾ വേണം എന്നാഗ്രഹിക്കും. ഒരാളുടെ ക്വാളിറ്റീസ് കണ്ടിട്ട് ആ ഒരു ക്വാളിറ്റി എനിക്കും വേണം എന്നാഗ്രഹിക്കുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ലേൺ ചെയ്യും. ഈവൻ സബ്ജക്റ്റ് ആയാലും കരിയർ റിലേറ്റഡ് ആയാലും, അത് ഇപ്പോൾ സ്കൂൾ റിലേറ്റഡ് ആയിട്ടായാലും, ഒരു സ്കൂളിംഗ് ആയിട്ടുള്ള ഒരു കുട്ടി സോളാണ്. അതായത് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻറ്റസി വേൾഡിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കാളും ഏജ് കുറവായിരിക്കും. ഒരുപാട് കുട്ടിത്തം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുമായിട്ട് സിമിലർ ക്യാരക്ടർ ഉള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സിമിലാരിറ്റി ഉള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാത്തിനും ഒരു അറ്റൻഷൻ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും നിങ്ങൾക്കൊരു അറ്റൻഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ സ്കൂളിൽ ചെയ്യുന്ന സമയത്തായാലും, അല്ലെങ്കിൽ എന്താ പറയുക, സ്കൂൾ ലൈഫായാലും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും, ബിസിനസ്സിലായാലും എല്ലാത്തിനും ഒരു അറ്റൻഷൻ ഉള്ള ഒരു ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാത്തിനെയും ഫൈൻഡ് ചെയ്യും. അതായത് എല്ലാത്തിനെയും മനസ്സിലാക്കാൻ കെൽപ്പുള്ളൊരു ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ളൊരു മെൻറ്റർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സോളും നിങ്ങളൊരു മെൻറ്ററായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയൊരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അഭിമാനമുള്ള സോളാണ്. അതായത് ഒന്നും എന്താ പറയുക, വെറുതെ ഒന്നും നേടത്തില്ല. എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവ് അതിൻ്റെ അകത്ത് എൻ്റെ എന്തെങ്കിലും ഒരു ശതമാനം അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രം എനിക്കത് മതി എന്ന് ഉള്ള ഒരു സോളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ലവബിൾ ചെയ്യുന്ന, ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള, വർക്കഹോളിക് ആയിട്ടുള്ള ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് എനർജിയും ഒരുപാട് എന്താ പറയുക, ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം സെക്കൻഡ് ബെൽ കഴിഞ്ഞു. അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ.